ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. രാവിലെ എണീറ്റ് നല്ല ക്ഷീണമുണ്ട്. ഇവിടെ നന്ദുക്കുട്ടിക്ക് പനിയാണേ. 3-4 ദിവസമായി ഭയങ്കര പനി. രാത്രി ഉറക്കമില്ല. പനി വന്നിട്ട് ഭയങ്കര തലവേദന കേട്ടോ. അതാണ് മെയിനായിട്ടും തലവേദന. ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രി കിടക്കാനും പറ്റില്ല. കുഞ്ഞായതുകൊണ്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. നമുക്ക് പോലും സഹിക്കാൻ പറ്റില്ല. എനിക്കിടയ്ക്ക് പനി വന്നേ. ഭയങ്കര തലവേദനയായിരുന്നു. ബോഡി പെയിനും ആയിരുന്നേ. മെയിൻ കാര്യം ഇത് രണ്ടുമായിരുന്നേ. അപ്പം മുതിർന്ന നമുക്ക് പോലും സഹിക്കാൻ പറ്റില്ല. അപ്പം കുഞ്ഞുങ്ങളാകുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കിടക്കാൻ പോലും പറ്റില്ലായിരുന്നു ആ സമയത്ത്. ബാക്ക് പെയിനും തലവേദനയും അതുപോലെയായിരുന്നു മോനും കേട്ടോ. അങ്ങനെ തലവേദനയും പനിയാണ്. അപ്പോൾ ഇന്ന് ഈസ്റ്ററാണ്. അപ്പോൾ രാവിലെ നമ്മൾ തലേ ദിവസമേ വിചാരിച്ചു മട്ടൻ സ്റ്റൂ വേണമെന്ന് നന്ദുക്കുട്ടി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പനിയാണ്. അപ്പോൾ എന്നാലും ഒന്നും കഴിക്കുന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. നമ്മൾ അമ്മമാർ അങ്ങനെയല്ലേ വിചാരിക്കുകയുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ മട്ടൻ സ്റ്റൂ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആളൊട്ടും കഴിച്ചില്ല. ഒരു ദോശയും ഒരപ്പവും ഒരു അല്പം ചാറും ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് കഴിപ്പിച്ചു കേട്ടോ. അങ്ങനെയാണ്. ഇപ്പോൾ മട്ടൻ സ്റ്റൂ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ആദ്യം ഓയിലൊഴിച്ച് മറ്റേ പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, പിന്നെ ആ ലീഫില്ലേ ആ സംഭവം ഇടണം. സവാള ഇട്ട് നന്നായിട്ട് വശക്കിയതിന് ശേഷം ഇഞ്ചിയാണ് ഞാൻ ചതച്ചിടണത്. ഇഞ്ചി ചതച്ചിടണം. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് കറിവേപ്പില ആഡ് ചെയ്യണം. അങ്ങനെയാണ് കേട്ടോ. കുഞ്ഞാൾ പിന്നെ ഒരപ്പം കഴിച്ചു കേട്ടോ കുഞ്ഞാൾ. അപ്പോൾ അങ്ങനെ ഇഞ്ചിയാണ് ചതച്ചിരുന്നത്. നമ്മൾ ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വശണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ടതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോണത് പച്ചമുളകാണ്. പച്ചമുളക് നമുക്ക് ഈ തൊണ്ടൻ മുളകെന്ന് പറയില്ലേ, ഇതാണ് ഏറ്റവും നല്ലത്. ഇതും ഇടാം. ഇതിൻ്റെ കൂടെ മറ്റേ നീളമുള്ള മുളകില്ലേ അതും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇടേണ്ടത്. ഞാനിപ്പോൾ അതിട്ടില്ല, ഇത് മാത്രമേ ഇട്ടുള്ളൂ. നന്ദുവിനാണെങ്കിലും എരിയൊന്നും അവന് ഭയങ്കര പാടാണ് കേട്ടോ. എരി കഴിക്കുമ്പം ഒത്തിരി വെള്ളം കുടിക്കും. അപ്പം ഫുഡ് കഴിക്കുന്നതും കുറവാകും. അതുകൊണ്ടാണ് ഞാൻ നീളമുള്ള മുളകിടാത്തത്. പിന്നെ ഒരു കോഫി ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ കോഫി ഇടാണേ. കോഫി പൊടി വാങ്ങിയതിന് ശേഷം ഇവിടെ കോഫിയാണ് രാവിലെ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയണത്. അങ്ങനെ നമ്മൾ കോഫി ഇട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കോഫിയൊക്കെ റെഡിയാക്കി. അപ്പം ഞാൻ ഇടയ്ക്ക് ടേസ്റ്റൊക്കെ നോക്കി കൊള്ളാമോ എന്ന്. മധുരമൊക്കെ പാകമാണ്. അപ്പം എല്ലാം കറക്റ്റാണ് കേട്ടോ. അപ്പം നന്ദുവിന് കൊടുത്ത് അവൻ കുടിച്ചായിരുന്നേ, കോഫി കുടിച്ചായിരുന്നു. മോനൂട്ടിന് നമ്മൾ പാല് കൊടുക്കും രാവിലെ. അങ്ങനെ പിന്നെ അപ്പത്തിൻ്റെ മാവ് തലേ ദിവസമേ റെഡിയാക്കി വെച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പാനിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കി എടുക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നേ. അപ്പോൾ അതും ഇടയ്ക്ക് ആയിക്കോളും. പിന്നെ അപ്പമൊക്കെ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കഴിച്ചതിന് ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്യണതാണ്. സോഫ്റ്റും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നല്ല സോഫ്റ്റായിരുന്നു. നമുക്ക് അത് അപ്പത്തിൻ്റെ മാവ് അത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കൺസിസ്റ്റൻസി എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ നല്ല സോഫ്റ്റായിട്ട് വരുമോ ഇല്ലേന്ന്. പുളിച്ച് പൊങ്ങിയ ആ ഒരു പരുവം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് മട്ടനും കൂടി ഇട്ടിട്ടാണ് കുക്കറിൽ വേവിക്കാൻ വച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്ത് എന്നിട്ട് നമ്മളത് ഈ മിക്സിലോടെ ഈ സവാളയൊക്കെ ഇട്ടില്ലേ അതിലോട്ട് ആഡ് ചെയ്തിട്ട് സെക്കൻഡ് പാൽ നമ്മൾ തേങ്ങാപ്പാൽ അത് ആണ് ഒഴിക്കുന്നത്. അത് തിളച്ചതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടിയും കുറച്ചും കൂടി ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് നോക്കണം കേട്ടോ എരിയൊക്കെ. പിന്നെ കറിവേപ്പില ഇടണം. പിന്നെ ഇത് ഫസ്റ്റ് പാലാണേ. അതും കൂടി ആഡ് ചെയ്ത് റെഡിയാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ കറി പെട്ടെന്ന് റെഡിയാവും. നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ അപ്പവും മട്ടൻ കറിയും മട്ടൻ സ്റ്റൂവും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ട്രസ്റ്റ് മീ ഗായ്സ്, സൂപ്പറാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത്. നന്ദു ഒരെണ്ണം എങ്ങനെയൊക്കെയോ ഞാൻ കഴിപ്പിച്ചു കേട്ടോ. മോനൂട്ടിനാണെങ്കിൽ ഇതാ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇരിപ്പുണ്ട്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞാണ് കഴിപ്പിക്കുന്നത്. പിന്നെ അവൻ്റെ കുറേ കോഷ്ടിയും എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒരെണ്ണം കഴിപ്പിക്കും കേട്ടോ. കുറേ സമയം എടുക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പോയിട്ട് അവർക്ക് ഒത്തിരി സമയം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ
പിന്നെ കുറച്ച് പാട്ടും ബഹളമൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ മെയിൻ പരിപാടി പാത്രം കഴുകൽ. എൻ്റെ പൊന്നു ദൈവമേ, എത്ര നമ്മൾ ഒരു സദ്യ ഉണ്ടാക്കണ പാത്രം കാണും, ഒരു അപ്പവും കറി ഉണ്ടാക്കിയാൽ ഉണ്ടാക്കാൻ കഴുകാനുള്ള പാത്രം. ഞാൻ എന്താണ് പറയണമെന്ന് എനിക്ക് തന്നെ അറിയണം. ഉറക്കമൊക്കെ ഇല്ലാത്തതുകൊണ്ടേ ഒരു ബോധം പോയിരിക്കുക. പിന്നെ നമ്മൾ കഞ്ഞി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ച് സിമ്പിളായിട്ട് പയറും കഞ്ഞി, കാരണം ആരും ഒന്നും കഴിക്കുന്നില്ല, കുഞ്ഞെന്തായാലും ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പയറും കഞ്ഞിയും വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മുടെ ഈ മത്തനില്ലേ, കണി വെച്ച മത്തനുണ്ടായിരുന്നേ, പിന്നെ കായ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇതൊരു കറി വെച്ചാൽ ഒരു കറി ആവുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ കറി വെച്ചു. പിന്നെ നമ്മൾ പപ്പട ചമ്മന്തി ഇത് അന്നും അരച്ച്, നമ്മൾ ഇന്നും അരച്ച് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡ് പറഞ്ഞു വേണമെന്ന്, നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി. അപ്പം ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് കഞ്ഞി കുടിക്കാൻ, നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ഇതിലിട്ടിട്ടുണ്ട്, കാണാത്തവർ നോക്കി നോക്കണേ. അങ്ങനെ നമ്മുടെ കഞ്ഞിയായി. കഞ്ഞി ഒരല്പം നന്ദു കുടിച്ചോളൂ കേട്ടോ. അങ്ങനെ പപ്പട ചമ്മന്തി, മുളക്, നമ്മുടെ എരിശ്ശേരി എന്നാണ് പറയണത് തോന്നുന്നു, എരിശ്ശേരിയാണ്. പിന്നെ നമ്മുടെ പപ്പടം, ഇതെല്ലാം കൂടി കൂട്ടി കഞ്ഞി, നല്ല സൂപ്പർ കഞ്ഞി. എനിക്കിഷ്ടമാണ് ഈ എരിശ്ശേരി ഉള്ള കഞ്ഞി കേട്ടോ. ഇത് അമ്പലങ്ങളിൽ കിട്ടും, അത് ഭയങ്കര ടേസ്റ്റാണ്, അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി. പിന്നെ ഞാൻ ഉറങ്ങി ഒരു സങ്കടത്തോടെയാണ് ഇരുന്ന് കഴിക്കുന്നത്. മുഖത്ത് വലിയ പ്രസാദമൊന്നും ഇല്ല. അപ്പം നന്ദുവിന് പനി വീണ്ടും കൂടിയിട്ടുണ്ട്. അപ്പം വൈകുന്നേരം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ഇവൻ്റെ കഞ്ഞൂടിയാണ്. പപ്പടം ഫുള്ളും പൊട്ടിച്ചിട്ട് ഇതൊന്നും കുടിക്കുകയൊന്നുമില്ല, ഇനി ഞാൻ തന്നെ കൊടുക്കണം. പിന്നെ ഞങ്ങൾ റെഡിയായി പോവാണ്, ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പം ഞാൻ ബാഗ് തൂക്കിയതുകൊണ്ട് മോനും ഒരു ബാഗ് തൂക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ബൈ, താങ്ക് യു.